ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ 22-24. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. വലിയ സങ്കടങ്ങളിൽ കഴിയുന്നവർ, നിരവധിയായ പീഡനങ്ങളിൽ കഴിയുന്നവർ ഈ ദൈവവചനം കേൾക്കണം, അറിയണം, വിശ്വസിക്കണം. പീഡിപ്പിക്കപ്പെടുന്നവന്റെ സങ്കടങ്ങൾ, കഷ്ടതകൾ അവിടുന്ന് അവഗണിച്ച് കളയുന്നില്ല. അങ്ങനെയുള്ളവരെ പുച്ഛിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവരുടെ ജീവിതം കാണുന്നവനാ ദൈവം. അവരിൽ നിന്ന് മുഖം മറയ്ക്കാതെ അവരിലേക്ക് ഓടിയെത്തുന്നവനാ നമ്മുടെ ദൈവം. പീഡിതന്റെ കഷ്ടതകൾ അവഗണിക്കാതെ, അവനിൽ നിന്നും മുഖം മറയ്ക്കാതെ അവനെ കരുണയോടെ കാണുന്നവനാ നമ്മുടെ ദൈവം. എങ്കിൽ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. പീഡനങ്ങളിലും കഷ്ടതകളിലും തകർച്ചകളിലും നിരാശപ്പെട്ടു പോകരുത്. പ്രത്യാശയുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ മറക്കരുത്. വചനം പറഞ്ഞു തരുന്നു, അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടുവെന്ന്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിന്റെ നിലവിളി ദൈവം കേൾക്കും. അതിനവിടുന്ന് മറുപടി തരും. നിന്നെ അവിടുന്ന് കരുതി പരിപാലിക്കും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.